ഗൈസ് അവൾക്ക് സർപ്രൈസ് ആയിട്ട് കേക്കും കൊണ്ടുപോകുന്നു ഗൈസ്. ഒരു ഇൻട്രോവേർട്ടായ അവൾക്ക് എക്സ്ട്രോവേർട്ടായ എന്നെ കിട്ടിയതിൻ്റെ സ്റ്റോറിയാണ് ഇത് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ അവൾ അങ്ങനെയല്ല, അവൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞ് കേട്ടോ. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അതേ ഇവളെ കാണുന്നത്. ഇവളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിനുപരി ഒരു സിസ്റ്റർ ബോണ്ട് അങ്ങനെ എന്തൊക്കെയോ ആണ്. അപ്പോൾ എന്താണ്, ഇവള് ഇടയ്ക്കൊക്കെ അടി കൂടും വഴക്കൊക്കെ കൂടുമെങ്കിലും എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണ്, ഇവളുടെ മോം ടു ബി കേക്ക് ഞാൻ ഇവളറിയാതെ സർപ്രൈസ് ആയിട്ട് മുറിക്കാൻ വേണ്ടി ഇവളുടെ വീട്ടിൽ പോയ സ്റ്റോറിയാണിത്. അപ്പോൾ എനിക്ക് വലിയ രീതിക്കൊന്നും പറയാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ രീതിക്കൊക്കെ പറയുക. അവളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഇതൊന്നും എടുത്തിടല്ലേ വെച്ചേ, ഞാനെങ്കിൽ കൊളാബ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല വശം മാത്രമല്ലല്ലോ, മോശമായിട്ടുള്ള വശവും കൂടി പറഞ്ഞ് തിരുത്തി തരുന്ന ഒരാളായിരിക്കണം നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്. ആ ഒരു കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ ഇവളെ കൂട്ടുന്നത്. പിന്നെ എൻ്റെ കൂടെ വന്ന 2 എണ്ണം എൻ്റെ ഫ്രണ്ട്സാണ്, അവരുടെ ഫ്രണ്ട്സ് എന്നുള്ള രീതിക്കാണ് അവർ രണ്ടുപേരും പെരുമാറിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇപ്പം നിൻ്റെ ഫ്രണ്ട്സാണ് അതിന് ഞാൻ വരുന്നില്ല അങ്ങനത്തെ ഉള്ള ഒരു ഇതുമില്ല. ഞാൻ വിളിച്ച ഉടനെ തന്നെ അവർ അതിനെന്തടി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വന്ന 2 പേരാണ് കേട്ടോ എൻ്റെ കൂടെ വന്നവർ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഭയങ്കര മഴയായിരുന്നുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.